ടി ജി, ബംഗ്ലാദേശ് ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അവിടെ ഒരു ഇസ്കോണിൻ്റെ സന്യാസി അറസ്റ്റ് ചെയ്തു. അതിനൊപ്പം തന്നെ ഭീകരവാദ സംഘടനയാണ് ഇസ്കോൺ എന്ന് സർക്കാർ തന്നെ പറയുന്നു. ഒപ്പം ഈ അറസ്റ്റിലാകപ്പെട്ട സന്യാസിക്ക് അഭിഭാഷകൻ ആരും അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് എടുക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഫത്വ പുറപ്പെടുവിക്കുന്ന രീതിയിൽ തന്നെ അഡ്വക്കേറ്റുമാർ അവിടെ കോടതിയിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നമ്മളിനി അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ പരിതാപകരമാണ് അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ. ഇസ്കോണിന് ഇത് വന്നതിലും എനിക്ക് അത്ഭുതമില്ല. ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇസ്കോൺ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, വഴിയിൽ കളഞ്ഞു. അങ്ങനെയാണ് പിന്നെ ചിന്മയ കൃഷ്ണദാസിന് അപ്പിയർ ചെയ്യാൻ പോയ വക്കീലിനെ തല്ലുക, കൂടെ പ്രശ്നം. ഇപ്പോൾ ഒരു വക്കീലും ഹാജരാവില്ല എന്ന് പറയുക, ഇസ്കോൺ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇസ്കോൺ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇസ്കോണിൻ്റെ വലിയ തമ്പുരാക്കന്മാർ ലോകം മുഴുവൻ ഇരിപ്പുണ്ട്. അവരുടെ റിയാക്ഷൻ ഈസ് സീറോ. ദേ ഡോണ്ട് കെയർ ഫോർ ദെയർ പീപ്പിൾ, ദെയർ ഓൺ പീപ്പിൾ. ഒന്നുമില്ല, മൊത്തം ഹിന്ദു ജനത പോട്ടെ, സ്വന്തം ആൾക്കാർ, ഇസ്കോണിൻ്റെ പ്രവർത്തകർ ഇല്ല. ഹിന്ദു എന്നും അനാഥനാണ്. ഇപ്പോൾ 1971 ഇവർ പടിഞ്ഞാറൻ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനിൽ 10 ലക്ഷം പേരെയാണ് കൊന്നത്. 10 ലക്ഷം പേരെ കൊന്നു. 1 ലക്ഷം സ്ത്രീകളെ ബലാത്കാരം ചെയ്തു. ടിക്ക ഖാൻ, ജനറൽ ടിക്ക ഖാനാണ് അവിടെ പോയത്. യഹ്യ ഖാൻ ഇവരുടെ പ്രസിഡൻറ്റ്, പാകിസ്ഥാൻ്റെ പട്ടാള ഭരണമായിരുന്നു. അത്ര വലിയ കൊലയും കൊള്ളിവെപ്പും ഒക്കെ നടന്നപ്പോഴാണ് ഭാരതം അതിലിടപെട്ടത്. അതിൽ മെക്കിട്ട് കയറി ഇടപെടുകയായിരുന്നു. എനിക്കറിയാം, അന്ന് നമ്മളുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ നാറ്റ് എന്ന് പറഞ്ഞൊരു വിമാനമുണ്ട്, GNAT. ആ നാറ്റ് വിമാനത്തിൽ എനിക്ക് പരിചയമുള്ള, പിന്നീട് പട്ടാളത്തിൽ നിന്ന് റിട്ടയറായി, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആ വിമാനത്തിലുണ്ടായിരുന്നു, പാരച്യൂട്ടിൽ എടുത്ത് താഴെ ചാടി മെക്കിട്ട് കയറി വഴക്കുണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് നമ്മളത് അടിച്ച് പിടിച്ച് ഫൈനലി അവർ കീഴടങ്ങി. ജനറൽ നിയാസി, നമ്മുടെ ലഫ്റ്റനൻറ്റ് ജനറൽ അർജുൻ സിംഗ് അറോറ, അദ്ദേഹത്തിന് കീഴടങ്ങി ഒപ്പിടുന്നതാണ് ആ പ്രശസ്തമായ ഫോട്ടോ. ഡിസംബർ 16 അങ്ങനെ ചെയ്തു. ഇപ്പോഴങ്ങനെ ചെയ്തു കൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം എന്നാണ് എൻ്റെ ഉത്തരം. ബോൾഡായിട്ട് ചെയ്താൽ ചെയ്തതാണ്.